കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞപ്പോൾ തന്നെ UDFന് പന്തികേട് മനസ്സിലായതാണ്. സഭയിൽ വന്നാലും വന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾക്കൊരു ഭാരമാകും എന്ന് UDF ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ നിമിഷം. പിന്നീട് അങ്ങോട്ട് മന്ത്രി വീണ ജോർജ് നടത്തിയത് ആരോഗ്യരംഗത്ത് UDF നടത്തിയ കൊള്ളരുതായ്മകളും ഇടതുപക്ഷം നടത്തിയ കുതിപ്പും അനാവരണം ചെയ്യുന്ന പ്രസംഗമാണ്. ആരോഗ്യരംഗത്ത് LDF കാലത്തും UDF കാലത്തും നടപ്പിലാക്കിയ കാര്യങ്ങൾ മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2011-16 വരെയുള്ള UDF ഭരണകാലഘട്ടത്തിൽ ഉപകരണങ്ങൾ വാങ്ങാൻ 15.64 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ 41.84 കോടി രൂപ ചെലവാക്കി. ഈ സർക്കാരിന്റെ കാലത്ത് 4 വർഷത്തിനിടയിൽ മാത്രം 80.66 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി നൽകി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം 1498 കോടി രൂപയാണ് ഒരു വർഷം സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത്. UDF സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ 2015-16 114 കോടി രൂപയാണ് ഇൻഷുറൻസായി നൽകിയത്. എന്നാൽ LDF സർക്കാർ 2024-25 1498.5 കോടി രൂപ നൽകി. 4 വർഷത്തിനിടെ 7708 കോടി രൂപയാണ് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ചെലവഴിച്ചത്. 25,17,000 ആളുകൾക്ക് ഈ സർക്കാർ സൗജന്യ ചികിത്സ നൽകി. 30,000 രൂപയായിരുന്നു ഒരു കുടുംബത്തിന് UDF കാലത്ത് ഇൻഷുറൻസ്. ഇന്ന് അത് 5 ലക്ഷം രൂപയാണ്. 9 വർഷം മുമ്പ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് സ്ഥാപിച്ചു. ജില്ലാ ആശുപത്രികളുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കുകയാണ് UDF ചെയ്തത്. എന്നാൽ ഈ സർക്കാരിന്റെ കാലയളവിൽ 4 മെഡിക്കൽ കോളേജുകളിൽ പഠനം തുടങ്ങി. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയത് ഈ സർക്കാരിന്റെ ഭരണത്തിലാണ്. 9 വർഷം മുമ്പ് 12 ഡയാലിസിസ് സെന്ററുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് താലൂക്ക് ആശുപത്രി തലം മുതൽ ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുകയാണ്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ശിശുമരണത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ 5.6 ആണ് നിരക്ക് എങ്കിൽ കേരളത്തിൽ 5 ആണ്. അഭിമാനകരമായ നേട്ടമാണിത്. ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ഒട്ടേറെ ഇടപെടലുകൾ LDF സർക്കാർ നടത്തി വരുന്നുണ്ട്. ഗർഭാവസ്ഥയിലുള്ള ശിശു മുതൽ ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാലനം സർക്കാരിനുണ്ട്. ഇത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തെ അടിവരയിടുന്ന വസ്തുതകളാണ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവതരിപ്പിച്ചത്.